വാഷിംഗ്ടൺ ഡിസിയിൽ വൈറ്റ് ഹൌസിനടുത്ത് നടന്ന വെടിവയ്പിൽ 2 ദേശീയ ഗാർഡുകൾക്ക് പരിക്ക്. ഇരുവരും അതീവ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ടുകൾ. അക്രമിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അക്രമിക്കും വെടിയേറ്റിട്ടുണ്ട്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. എന്തായാലും വാഷിംഗ്ടൺ ഡിസിയിൽ വൈറ്റ് ഹൌസിനടുത്ത് നടന്ന വെടിവയ്പ് ഞെട്ടിക്കുന്നതാണ്. എന്താണ് ഈ വെടിവയ്പ്പിന് ആധാരമെന്നാണ് മനസ്സിലാക്കുന്നത്? നിലവിലൊരു അഫ്ഗാൻ പൗരനാണ് പിടിയിലായിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. വൈറ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയിലാണ് ഇന്ന് പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് ഏകദേശം 2 മണിയോടുകൂടി ഈ വെടിവെപ്പ് നടക്കുന്നത്. ഹൈ വിസിബിലിറ്റി പെട്രോളിന്റെ ഭാഗമായിട്ട് ഒരുപാട് വൈറ്റ് ഹൌസ് ഗാർഡുകൾ തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗാർഡുകൾക്ക് നേർക്കാണ് അക്രമി നടന്നെടുക്കുകയും തുടർന്ന് വെടിയുതിർക്കുകയും ചെയ്തത്. ഇരുവരും പരസ്പരമുള്ള വെടിവെപ്പിനൊക്കെ ശേഷം മറ്റ് വൈറ്റ് ഹൌസ് ഗാർഡ് അംഗങ്ങൾ ഈ പ്രതിയെ കീഴ്പ്പെടുത്തി എന്നാണ് പിന്നീട് FBI ഡയറക്ടർ കാഷ് പട്ടേൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. ഇദ്ദേഹം നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ അഫ്ഗാൻ വംശജനായിരുന്നു. അക്രമി വെടിയുതിർക്കാൻ വേണ്ടി ഹാൻഡ് ഗൺ ആയിരുന്നു ഉപയോഗിച്ചത്. ഈ വെടിവെപ്പിൽ 2 ദേശീയ ഗാർഡുകൾക്കാണ് പരിക്കേറ്റത്. ഇരുവരുടെയും നില നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ വൈറ്റ് ഹൌസിന് സുരക്ഷാ ഭീഷണി ഇല്ലെന്ന് പിന്നീട് സംസാരിച്ച FBI ഡയറക്ടർ കാഷ് പട്ടേൽ പറയുകയുണ്ടായി. വെടിവെപ്പിന്റെ കാരണവും ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ഈ വെടിയുതിർത്തയാൾ ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തതെന്നാണ്, അതായത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നില്ലെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പോകുന്നത്. നമുക്കറിയാം, അമേരിക്കയിൽ താങ്ക്സ് ഗിവിംഗ് ആണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഫ്ലോറിഡയിലെ പാം ബീച്ച് റിസോർട്ടിലായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ ഉള്ളത്. വൈസ് പ്രസിഡന്റ് JD വാൻസും കെൻഡക്കിയിലായിരുന്നു. അക്രമി കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. സംയോജിതമായി ഇടപെട്ട ദേശീയ സുരക്ഷാ സേനയെ അദ്ദേഹം അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടൺ DC-യിൽ ഇതിനെ തുടർന്ന് അടിയന്തരമായിട്ട് 500 ദേശീയ ഗാർഡുകളെയും കൂടെ വിന്യസിപ്പിക്കുവാൻ ഉത്തരവിട്ടെന്ന് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറയുകയും ചെയ്തു. ക്രിസ്റ്റീന, പ്രവിധ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.